ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് രജിസ്ട്രേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലേ. രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ലിമിറ്റ് എത്രയാണ് ഓരോ സ്റ്റേറ്റിനും എമൗണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നോക്കി നോക്കൂ, GST ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ലീഗൽ ഫോർമാലിറ്റീസ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നമുക്ക് രജിസ്ട്രേഷന് പോകുന്ന സമയത്ത്, ആ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Every person who is liable to be registered shall apply for registration within 30 days from the date on which he becomes liable to registration. Before applying for registration, declare his പറയുന്നുണ്ട് എന്നാണോ ഇയാൾക്ക് GST രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി വരുന്നത്, ആ എലിജിബിലിറ്റി വന്നതിന് ശേഷം 30 ദിവസത്തിനകത്ത് തന്നെ ഇയാൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഇയാളുടെ സ്വന്തം ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വേണം. അതൊന്ന് ലീഗൽ നെയിം ഓഫ് ബിസിനസ്സിനൊരു ലീഗൽ നെയിം വേണം, പാൻ കാർഡ് വേണം, പാൻ നമ്പർ അല്ലേ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ വേണം, മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ അഡ്രസ്സ് വേണം, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഏത് സ്റ്റേറ്റിലാണ് യൂണിയൻ ടെറിട്ടറിയിലാണ് അത്, ഇൻ പാർട്ട് എ ഓഫ് ഫോം GST രജിസ്ട്രേഷൻ 01 ഓൺ കോമൺ പോർട്ടൽ. അപ്പോൾ കോമൺ പോർട്ടലിൽ ഈ പറഞ്ഞ അഡ്രസ്സിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം അല്ലേ. ഒക്കെ GST ഇപ്പോൾ പേയ്മെൻറ്റും എല്ലാം ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അല്ലേ. ഓൺ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് എ റെഫറൻസ് നമ്പർ വിൽ ബി ഗ്രാൻറ്റഡ്. അപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു വെരിഫിക്കേഷൻ നമ്പർ തരും, റെഫറൻസ് നമ്പർ തരും അല്ലേ, ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്ലിക്കൻ ഷാൽ സബ്മിറ്റ് പാർട്ട് B ഓഫ് ഫോം GST രജിസ്ട്രേഷൻ 01 ഡ്യൂലി സൈൻഡ് അലോങ് വിത്ത് ഡോക്യുമെൻറ്റ്സ് സ്പെസിഫൈഡ് ഇൻ ദ സെറ്റ് ഫോം അറ്റ് ദ കോമൺ പോർട്ടൽ. എന്നിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്തതിന് ശേഷം ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലേ, സൈൻ ചെയ്തതിന് ശേഷം ഈ ഫോം സബ്മിറ്റ് ചെയ്യണം. വീണ്ടും കോമൺ പോർട്ടലിൽ തന്നെ, GSTയുടെ കോമൺ പോർട്ടലിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഫോം GST രജിസ്ട്രേഷൻ 2 അക്നോളജ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ. പിന്നെ ഫോം 2 പറയുന്നത് അക്നോളജ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷനാണ്. ഇഫ് ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ ഫൗണ്ട് ടു ബി ഇൻ ഓർഡർ, ദ പ്രോപ്പർ ഓഫീസർ ഷാൽ അപ്രൂവ് ദ രജിസ്ട്രേഷൻ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ. അപ്പോൾ 3 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, രജിസ്ട്രേഷൻ നമുക്ക് അപ്രൂവലായിട്ട് കിട്ടും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഓർഡർ വൈസ് അവർ പറഞ്ഞ രീതിയിൽ ഡോക്യുമെൻറ്റ്സിനെല്ലാം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ 3 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ നമുക്കത് അപ്രൂവലായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ സെക്ഷൻ 2 സബ്സെക്ഷൻ 20. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ പറഞ്ഞാൽ ആരാ, means a person who occasionally undertakes transaction involving supply of goods or services or both in the course of furtherance of business, whether a principal agent or in any other capacity in state or a union territory where he has no fixed place of business. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, പക്ഷേ ഇയാൾ ഡെയിലി ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല, എപ്പോഴെങ്കിലും കാഷ്വലായിട്ടുള്ള ഒരു 1-2 ട്രാൻസാക്ഷൻസാണ് നടക്കുന്നത്, ഇയാളുടെ ബിസിനസ് നടക്കുന്നത്. അതൊരു ഏജൻ്റായിട്ടോ പ്രിൻസിപ്പലായിട്ടോ ഇയാളുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ഇൻ ഇന്ത്യ ഹാസ് ടു കമ്പൽസറിലി ടേക്ക് രജിസ്ട്രേഷൻ. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ GST പേയേഴ്സിനെ പോലെ തന്നെ ഈ പറഞ്ഞ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. ദർ ഇസ് നോ ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ. ഇതിന് പ്രത്യേകിച്ചൊരു ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നില്ല. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ കനോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ ടു പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി. കോമ്പോസിഷൻ ലെവി പറഞ്ഞൊരു ഓപ്ഷനിൽ ഒരിക്കലും ഇദ്ദേഹത്തിന് പക്ഷേ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ പറയുന്നുണ്ട്. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ബി വാലിഡ് ഫോർ ദ പീരീഡ് സ്പെസിഫൈഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓർ 90 days ഫ്രം ദ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഷാൽ ബി വാലിഡ് ഫോർ ദ പീരീഡ് സ്പെസിഫൈഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഡേറ്റ് ഇട്ടിരിക്കുന്നത് എന്നാണോ അത് മുതൽ 90 ദിവസത്തിനുള്ളിൽ, രജിസ്ട്രേഷൻ എഫക്റ്റ് ആയി 90 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു വാലിഡിറ്റി വന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അതിലത്തെ ഏതാണോ ആദ്യം നടക്കുന്നത് വെച്ചാൽ അത് കേട്ടോ. ദ പ്രോപ്പർ ഓഫീസർ മേ എക്സ്റ്റെൻഡ് രജിസ്ട്രേഷൻ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 90 days. അപ്പോൾ ഇത് വേണമെങ്കിൽ 90 ദിവസം തള്ളി വയ്ക്കാനുള്ള ഒരു പ്രോപ്പർ ഈ പറഞ്ഞ ഓഫീസർക്ക് കഴിയും. The casual taxable person shall make an advance deposit of tax, that is advance payment of tax in an amount equivalent to estimated tax liability of such person for the period for which extension of registration is sought. ഏത് പീരീഡിലേക്കാണോ നമ്മൾ എക്സ്റ്റൻഷൻ നീട്ടി വയ്ക്കുന്നത് വെച്ചാൽ അതിലൊരു നോഷണൽ
പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്വാൻസ് പേയ്മെൻറ്റായിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും രജിസ്ട്രേഷൻ നീണ്ടുപോയി കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ പറയുന്നുണ്ട് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മീൻസ് എനി പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് or services or both, whether as principal or agent in any other capacity, but who has no fixed place of business or residence in India. A non-resident taxable person cannot exercise the option to pay tax under compensation levy. ഇപ്പോൾ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെയും പറയുന്നത്, എന്താണ് ഒക്കേഷണലി ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ് ഈ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവർക്കും ഇതേപോലെ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവില്ല, പിന്നെ റെസിഡൻ്റ് ആയിരിക്കില്ല. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കും അധികം ഈ ബിസിനസ് ചെയ്യുക. ഇവർക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോമ്പോസിഷൻ ലെവി പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ? എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ഇൻ ഇന്ത്യ ഹാസ് ടു കമ്പൽസറി ടേക്ക് രജിസ്ട്രേഷൻ. ദർ ഇസ് നോ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ. എന്തായാലും ഇന്ത്യയുമായിട്ട് എന്ത് ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്ന് വെച്ചാലും ഇന്ത്യയിലത്തെ വ്യക്തിയായാലും കമ്പൽസറി ആണ് രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഹാസ് ടു സപ്ലൈ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days പ്രയർ ടു കമൻസിങ് ബിസിനസ് ഇൻ ഇന്ത്യ യൂസിങ് വാലിഡ് പാസ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് വെച്ചാലും ബിസിനസ് തുടങ്ങുന്നതിന് മുൻപേ 5 days മുൻപ് തന്നെ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എലോങ് വിത്ത് വാലിഡ് പാസ്പോർട്ട്. ഓക്കെ.